ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഈ പാർസലും കൊണ്ട് ഓടി വരുന്ന വേറെ ഒന്നിനുമല്ല, ഒരു പരീക്ഷണം ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് എപ്പോഴും ചെയ്യുന്ന മാതിരിയുള്ള ഒരു പരീക്ഷണമൊന്നുമല്ല, ഒരു വെറൈറ്റി പരീക്ഷണമാണ്. എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാൻ വന്ന പാർസൽ ഒന്ന് എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അത് വേറെ ഒന്നുമല്ല, അത് റെസിൻ ആർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ എൻ്റെ ലൈഫിൽ റെസിൻ ആർട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. അത് ചെറുതിൽ തുടങ്ങാമെന്നല്ല, സാധാരണ എല്ലാവരും ചെറുതിൽ തുടങ്ങാമെന്നാണ് വിചാരിക്കുക. പക്ഷേ ഞാൻ ചെറുതല്ല, വലുത് തന്നെ വേണമെന്ന് വെച്ചിട്ട് ഞാൻ ഒരു ക്ലോക്ക് ഉണ്ടാക്കാൻ പോവാണ് റെസിനെ കൊണ്ട്. അപ്പോൾ അത് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് വീഡിയോയിൽ കണ്ടറിയാം. കമോൺ, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് നമ്മുടെ ക്ലോക്ക് സെറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ക്ലോക്ക് സെറ്റിൽ ഇതൊക്കെയാണ് വന്നിട്ടുള്ളത്. അതായത് അതിലുള്ള പിന്നുണ്ട്, പിന്നെ അത് ബാറ്ററി ഇടുന്ന ഒരു സാധനമാണ്, പിന്നെ നമ്മുടെ ഒരു റിങ്ങും, പിന്നെ മറ്റേ വലിയ ബോർഡും. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ചാണ് വന്നത്. ഇവിടെ ആ ബോർഡിൻ്റെ മിഡലിലൊരു ഹോൾ ഉണ്ടായിരുന്നു, ആ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള ഹോളാണ്. അപ്പോൾ ഞാൻ പേപ്പർ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം തന്നെ ഞാൻ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ടേബിളിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലാസസ് വെച്ചിട്ട് ആ ബോർഡ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്ലോത്ത് ഇടാൻ പാടില്ല. കാരണം ക്ലോത്തിലാണ് മറ്റേ റെസിനായിട്ടുണ്ടെങ്കിൽ അത് പോവില്ല. അതുകൊണ്ട് പ്ലാസ്റ്റിക് കവേഴ്സ് എന്തെങ്കിലും ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ കാർഡ്ബോർഡ് ഷീറ്റ്സൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിങ്ങനെ ഗ്ലാസ് വെച്ചിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആ റൗണ്ട് ബോർഡ് അത് ചെരിവുണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് സ്ട്രെയിറ്റ് ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി സെൽഫ് പ്രൊട്ടക്ഷൻ മുഖ്യം ബിഗിലേന്ന്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളെ തന്നെ കെയർ ചെയ്യണം. അങ്ങനെ ഞാൻ ഹെയറൊക്കെ കെട്ടിക്കൊടുത്തു, മാസ്ക് ഗ്ലൗസൊക്കെ ഇടാൻ പോവാണ്. മാസ്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വലിയൊരു ക്ലോത്ത് തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ മടക്കിയിട്ട് ഞാൻ ഫേസിന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാൻ ലുക്കില്ലേ ഗൈസ്. അതാ ഗ്ലൗസും കൂടി ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഗ്ലൗസും മാസ്കൊക്കെ ഇട്ടിട്ട് വേണം നമ്മളിത് തുടങ്ങാൻ വേണ്ടിയിട്ട്. കാരണം സെൽഫ് കെയർ അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ വല്ല ഹെൽത്ത് ഇഷ്യൂസ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ച റെസിൻ്റെ റേഷ്യോ 2:1 ആയിരുന്നു. നമ്മൾ റെസിൻ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് റെസിനും ഹാർഡ്നറും ഉണ്ടായിരുന്നു. അപ്പോൾ റെസിൻ്റെ റേഷ്യോ 2ഉം ഹാർഡ്നറിൻ്റെ റേഷ്യോ 1ഉം ആ രീതിയിൽ ഞാനിവിടെ അളന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് റേഷ്യോ അളന്ന് എടുത്തതിന് ശേഷം ഞാനത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം സ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി ഒരു വൈറ്റ് ബേസ് സെറ്റപ്പാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്ത റെസിനിലേക്ക് വൈറ്റ് കളർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പൗഡറും ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ അതും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആ ബോർഡിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് റെസിനൊന്നും മതിയായിട്ടില്ല, ഒരുപാട് റെസിന് വേണമായിരുന്നു. കുറച്ച് ഞാനിങ്ങനെ റെസിൻ ഒഴിച്ചിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ടുവന്ന് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ ഒഴിച്ചുകൊണ്ടും പോയാൽ ഒരുപാട് റെസിന് വേണം. പിന്നെ ഇത് കാർഡ്ബോർഡിൻ്റെ ബോർഡ് ആയതുകൊണ്ട് പിന്നെയും നമുക്ക് കുറച്ച് റെസിന് കുറക്കാൻ പറ്റും. ആ മൗൾഡിലാ മറ്റാണെങ്കിൽ ഇതിനേക്കാളും റെസിന് വേണ്ടി വരുന്നുണ്ടായി. അതാണ് ഞാൻ ഈ കാർഡ്ബോർഡിൻ്റെ ബോർഡ് തന്നെ എടുത്തത്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കഴിഞ്ഞു. പിന്നെ ഞാൻ 24 hours ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രൈ ആയി വന്നതോടെ ഈ കളറാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഉദ്ദേശിച്ച കളറല്ലായിരുന്നു ഇത്, ഞാൻ വൈറ്റ് കളറാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ കാർഡ്ബോർഡിൻ്റെ കളർ ബ്രൗൺ ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിൽവർ കളർ കിട്ടിയതെന്ന്. അപ്പോൾ അങ്ങനെ ഫുള്ള് വൈറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം കാർഡ്ബോർഡിൽ വൈറ്റ് കളർ പെയിന്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ റെസിനായി ഒഴിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ലെയറും കൂടി ഒന്ന് കൃത്യമായിട്ട് വൈറ്റ് കളർ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ അക്രലിക് പെയിന്റ് ആണ് കേട്ടോ വൈറ്റ് കളർ ആക്കാൻ വേണ്ടി യൂസ് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോൾഡൻ കളറും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഗോൾഡൻ കളർ പൗഡറാണ്. അപ്പോൾ ഗോൾഡ് ടച്ചപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഐസ്ക്രീം സ്റ്റിക്കിനെ കൊണ്ട് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് അതേ ഐസ്ക്രീം സ്റ്റിക്കിനെ കൊണ്ട് ഇതേമാതിരി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ലതുപോലെ വൈറ്റിൽ ആ ഗോൾഡ് മിക്സായി കിട്ടുന്നുണ്ട്. പിന്നെ ഈ റിങ് അത്ര കാണാൻ ആ ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്ന ഗോൾഡ് കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതും ഒരു ഗോൾഡ് ടച്ചിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ആ റെസിന് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ റെസിന് ഞാൻ ഏകദേശം ഒരു 4 hours കുറച്ച് ഡ്രൈ ആവാൻ വേണ്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ റിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. റിങ് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെസിന് ഡ്രൈ ആക്കിയിട്ടില്ല. കാരണം ഡ്രൈ ആക്കിയാൽ അത് ഒട്ടിപ്പിടിക്കില്ല. അതുകൊണ്ട് പകുതി ഡ്രൈയിലാണ് ഞാൻ റിങ് ഒട്ടിച്ചത്. അപ്പോൾ നല്ലതുപോലെ സ്റ്റിക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും 1 day ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ട് എന്നിട്ട് ഞാൻ ആ മിഡലിൽ വെച്ച ആ പേപ്പർ ഉണ്ടല്ലോ, ആ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അടുത്തതായിട്ട് നമുക്ക് ഈ ബാറ്ററീൻ്റെ ഇതൊന്ന് അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ അത് ബാക്കിലോട്ട് ഇട്ടിട്ട് മുന്നിലൊരു സ്ക്രൂ ഉണ്ട്, ആ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തത്. പിന്നെ അതിൻ്റെ സൈഡൊക്കെ ഞാൻ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. ഇതേമാതിരി ചെറിയ സ്റ്റോൺസ് ആണ് എടുത്തത്. അപ്പോൾ അത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും ഞാൻ റെസിൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ റെസിന് ഞാൻ കളറൊന്നും ഇട്ടിട്ടില്ല. നോർമൽ റെസിനും ഹാർഡ്നറും 2:1 റേഷ്യോയിൽ മിക്സ് ചെയ്തിട്ട് ആദ്യം റൗണ്ടായിട്ട് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കറക്റ്റായിട്ട് കല്ലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കല്ല് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ വീണ്ടും റെസിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ റെസിൻ ഒഴിച്ച് കൊടുത്താലേ നമുക്കത് സ്റ്റോൺസ് നല്ലതുപോലെ സ്റ്റിക്കായി കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുകളിൽ റെസിൻ ഒഴിച്ചു കൊടുത്തത്. പിന്നെ ആ ഒരു ഷൈനിങ് എഫക്റ്റും കൂടി കിട്ടുന്നുണ്ട്. അതൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഞാൻ പെയിന്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് റെസിനൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഉറ്റിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പോകുന്നൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മാസ്കിംഗ് ടേപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്
ഒന്നും അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഇനി അടുത്തത് നമുക്ക് കൃത്യമായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റ് ബാക്ക് സൈഡും പിന്നെ സൈഡും ഒക്കെ ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ലാസ്റ്റായിട്ട് ആ പിന്നും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ടാപ്പ് ചെയ്യേ വേണ്ടു. അങ്ങനെ 3 സൂചിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ബാറ്ററിയൊക്കെ ഇട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫസ്റ്റ് ട്രൈ ആയാലും എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ചെയ്ത വർക്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.